ഈ ഗോപൻ സ്വാമിയുടെ കല്ലറയ്ക്ക് മുകളിലായി ഒരു വലിയ മാർബിൾ പോലത്തെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. ആ കല്ല് നീക്കം ചെയ്തതിന് ശേഷം ഗോപൻ സ്വാമി അത് മാറ്റിയപ്പോഴത്തേക്കാണ് ഈ ഗോപൻ സ്വാമിയുടെ മക്കളൊക്കെ പറഞ്ഞതുപോലെ ഗോപൻ സ്വാമി ഇരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയത്. ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്ന കാര്യമുണ്ട്. ഒരു ചാക്ക് ഭസ്മം ഇട്ടിട്ടുണ്ടായിരുന്നു, സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കുന്തിരിക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കുന്തിരിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നെഞ്ചോളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിലേക്കാണ് അച്ഛൻ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കല്ലുകളുണ്ടായിരുന്നു. 5 വർഷം മുൻപ് തന്നെ താൻ സമാധിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സമാധിയാകണമെങ്കിൽ തൻ്റെ സമാധി എങ്ങനെയായിരിക്കണം, എന്തൊക്കെ പൂജകളും കർമ്മങ്ങളുമാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സുഗന്ധദ്രവ്യങ്ങളാണ് ആ ഒരു സമാധിക്ക് മുകളിൽ നിക്ഷേപിക്കേണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുടുംബത്തിന് കൃത്യമായി 5 വർഷം മുന്നേ തന്നെ ഗോപൻ സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഗോപൻ സ്വാമിയുടെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും പറഞ്ഞിരുന്നത്. അത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ കല്ലറ പൊളിച്ച ആദ്യഘട്ടത്തിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ട സമയത്തൊക്കെ തന്നെ മനസ്സിലാകുന്നത്. ഇവർ പറഞ്ഞതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും ഒക്കെ തന്നെ കൊണ്ട് നിറഞ്ഞ ഒരു കല്ലറയായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് എടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇനി വലിയ താമസമില്ലാതെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ പ്രദേശവാസികളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ നാട്ടുകാരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ എടുത്ത സമയത്ത് തന്നെ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ദിവസം, ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ദിവസം അദ്ദേഹം സമാധിയാകുമെന്നും അറിയാമായിരുന്നു. രാവിലെ ഭാര്യയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ മരിക്കുമെന്ന് അറിയാം, നേരത്തെ തന്നെ മുൻകൂട്ടി മരിക്കുമെന്ന് അറിയാം എന്നുള്ള ഒരാൾ എന്തിനാണ് രാവിലെ ഈ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ തന്നെ മരുന്നെടുത്തതും അതുപോലെ തന്നെ ഇൻസുലിനൊക്കെ എടുത്തിട്ട് ഈ മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എടുത്തത് എന്നുള്ള ഒരു കാര്യമാണ് നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ രീതിയിലൊരു സംശയം പ്രകടിപ്പിച്ചത്. കാരണം അങ്ങനെ നേരത്തെ മരിക്കുമെന്ന് അറിയാമെന്നുള്ള ഒരാൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. അതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഒരു ആശങ്കയൊക്കെ തന്നെ പലർക്കും ഉണ്ടായത്. കാരണം ഈ കുടുംബം പറയുന്നത് പോലെ തന്നെ ഗോപൻ സ്വാമി തനിയെ നടന്നു വന്ന ഈ അരയാലിൻ്റെ മൂട്ടിലുള്ള ഈ ഒരു കല്ലറയിൽ ഇരുന്ന സമാധി ആയതാണോ, അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് അദ്ദേഹം മരിച്ചതിന് ശേഷം മക്കളാരെങ്കിലും എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തെ ഈ കല്ലറയ്ക്കുള്ളിൽ ആക്കിയതാണ് എന്നുള്ള തരത്തിലുള്ള സംശയമൊക്കെ തന്നെ നാട്ടുകാർക്കുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടിയാണ് ഇനി തെളിയേണ്ടതുള്ളത്. കാരണം ഈ ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെ പരാതിയും തുടർന്ന് ഒരു മാൻ മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു മാൻ മിസ്സിംഗ് കേസിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരമായിട്ടുണ്ട്. കാരണം ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഈ ഒരു കല്ലറയ്ക്കുള്ളിൽ, ഈ ഒരു കോൺക്രീറ്റ് കല്ലറയ്ക്കുള്ളിൽ തന്നെ ഗോപൻ സ്വാമിയുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മാൻ മിസ്സിംഗ് കേസ് അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് അതായത് ഏറ്റവും അധികം ആളുകൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിന് ഒരു വ്യക്തത വരുത്തേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ കോടതി ചോദിച്ച ഒരു ചോദ്യം കൂടിയുണ്ട്. ഗോപൻ സ്വാമിക്ക് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ഈ ഹൈക്കോടതി ഉൾപ്പെടെ ഇന്നലെ ചോദിച്ചത്. അതേ ചോദ്യം ചെന്നേ നമ്മൾ ഈ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായതിന് പിന്നാലെ ഗോപൻ സ്വാമിയുടെ മകനോട്, ഈ മൂത്ത മകനായിട്ടുള്ള സനന്ദനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ സനന്ദൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല, അപ്പോൾ ജീവനോടെ അച്ഛൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ജീവനോടെയും ഇല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ സമാധി എന്നാണ്. അപ്പോൾ സമാധി ആയതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ സമാധി ആയതിന് പോലും ഒരു തെളിവില്ല എന്നാണ് മൂത്ത മകൻ തന്നെ പറഞ്ഞത്. നമ്മൾ മറ്റൊരു കാര്യം, സാങ്കേതികമായി ഇത്തരം കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം. കോടതിയുടെ ഇടപെടൽ, നിയമപരമായ ഇടപെടലിൽ ഇനി ഇവർ പ്രതിഷേധിച്ചാൽ അത് കോടതിയെ ലക്ഷ്യമാണ് എന്ന ബോധ്യവും ഈ കുടുംബത്തിന് ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഈ ഘട്ടത്തിൽ അവർ മൗനം പാലിക്കുന്നത്, മൗന അനുവാദം കൊടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലേ ജിബിൻ? മൂത്തി കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനുവാദം കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. കാരണം അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമില്ലാത്തത് കൊണ്ടായിരിക്കണം അവർ പ്രതിഷേധിക്കാത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ കല്ലറ പൊളിച്ച അച്ഛൻ്റെ മൃതദേഹം പുറത്തെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ, പ്രത്യേകിച്ച് മൂത്ത മകനും രാജസേനും ഒക്കെ തന്നെ പ്രതികരിച്ചത്. ഇന്നലെ നമുക്ക് ഈ പ്രതികരണം ഒക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശം വന്ന സമയത്തൊക്കെ തന്നെ ഈ പ്രതികരണം ചോദിക്കാൻ ഇവിടെ സനന്ദൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം രാവിലെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ ഇളയ മകൻ രാജസേനൻ്റെ, പൂജാരി കൂടിയായിട്ടുള്ള രാജസേനൻ്റെ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാവുകയും അദ്ദേഹത്തെ അവരെ ഇവിടെ നിന്ന് ഈ കുടുംബസമേതം ഈ മരുമകൾ അതുപോലെ തന്നെ ഇളയ മകനായിട്ടുള്ള രാജസേന അമ്മ ഉൾപ്പെടെയുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ മാറ്റിയിരുന്നു. അതും പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ഇതിനുശേഷം ഇവിടെ ഈ മൂത്ത മകനായിട്ടുള്ള സനന്ദൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയോട് പ്രതികരണം ചോദിച്ച സമയത്തൊക്കെ തന്നെ രാവിലെയും ഉച്ചയ്ക്കും ഈ രാത്രിയൊക്കെ തന്നെ പ്രതികരണം ചോദിച്ചപ്പോൾ നാളെ എന്തായിരുന്നാലും പൊളിക്കുന്ന നടപടി ഉണ്ടാകില്ല, അങ്ങനെ ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് അനുകൂലമായി നിലപാടുണ്ടാകില്ല, തങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് ഈ അറിയിച്ചത്. പക്ഷേ അമ്മയോട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു
സംസാരിച്ചപ്പോൾ ഏറ്റവും ഒടുവിലായി സംസാരിച്ച സമയത്ത് അമ്മ പറഞ്ഞത് ആദ്യ ദിവസം ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച പോലീസ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്നപ്പോൾ ഉണ്ടായ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതായത് കല്ലറയിൽ പോയി അവിടെ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകില്ല എന്നാണ് അമ്മ അറിയിച്ചത്. പക്ഷേ മക്കൾ അതിന് തയ്യാറല്ലായിരുന്നു. ആ മക്കൾ പറഞ്ഞതുപോലെ എന്തായിരുന്നാലും അവർക്കൊരു പ്രതിഷേധം ഇവിടെ ഉയർത്താനുള്ള ഒരു അവസരം ഇല്ല. കാരണം പ്രത്യേകിച്ച് ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ പോലീസിൻ്റെ ആ ഒരു വരാന്തയിലൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ വലിയ രീതിയിൽ തമ്പടിച്ചിട്ടുണ്ട്. അവർക്ക് വെളിയിലിറങ്ങി പ്രതിഷേധം എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകാനുള്ള ഒരു അവസരമൊന്നും തന്നെയില്ല. നേരത്തെ ഇടയ്ക്ക് അദ്ദേഹത്തിന് മൂത്ത മകനായിട്ടുള്ള സന്നദ്ധൻ മാത്രമാണ് ഈ കല്ലറ പൊളിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അദ്ദേഹം ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി പ്രത്യേകിച്ച് ഒരു പ്രതിഷേധം ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റൊരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാവരും കരുതിയിരുന്നത് ഹിന്ദു ഐക്യവേദി, VSDP പോലെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വഴിമുക്ക് മുതൽ ഇങ്ങോട്ടേക്കുള്ള പ്രദേശത്ത് മറ്റാരെയും കടത്തിവിടാതെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ പോലീസ് ഒരുക്കിയിരുന്നത്. ആ ഒരുക്കങ്ങളൊക്കെ തന്നെ പോലീസിന്റെ മുൻകരുതലൊക്കെ തന്നെ വിജയം കണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്തുനിന്ന് ആളുകൾ എത്തുന്നില്ല. ഈ പ്രദേശവാസികൾ പോലും വിരലിനെല്ലാം എണ്ണാവുന്ന ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കുറച്ച് പേർ മാത്രമാണ്, ഒരു 10ഓളം പേർ മാത്രമാണ് ഈ പ്രദേശവാസികളായി പോലും ഈ സ്ഥലത്തുള്ളത്. മറ്റു പുറത്തുനിന്ന ആളുകൾക്ക്, സംഘടനാ ഭാരവാഹികൾക്കോ സംഘടനക്കാർക്കോ മറ്റു പ്രദേശവാസികൾക്കോ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല. അതിനൊക്കെ തന്നെ പോലീസ് കൃത്യമായ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം DYSPയോട് സംസാരിച്ചപ്പോൾ, കാരണം ജില്ലാ കളക്ടർ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധന നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് DYSPയോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, എല്ലാ സംഘടനകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, VSDP, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ഉണ്ടായതുപോലെയുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാകില്ല. അതുകൊണ്ട് കളക്ടർ ഇത്രയും സമയം വളരെ ശാന്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു.